ഇപ്രാവശ്യം രാമക്കൽമേട് ട്രക്കിംഗ് ആണ്. ഇത് ട്രക്കിംഗ് പോയിൻ്റാണ്. നമുക്ക് രാമക്കൽമേട് എന്ന സ്ഥലം തന്നെയാണ്. തൊട്ടടുത്ത് ബാലൻപിള്ള എന്ന സ്ഥലത്ത് നിന്ന് 80 രൂപ ഓട്ടോ കൊടുത്ത് ഇവിടത്തേക്ക് വന്നാൽ ഇവിടെ എത്താം. ഇത് തേനി ഫോറസ്റ്റ് ഡിവിഷനിൽപ്പെട്ട സ്ഥലമാണ്. തമിഴ്നാടിൻ്റെ സ്ഥലമാണ്. ഉത്തമപാളയം റേഞ്ച്, കൊമ്പൈ, തേനി ഫോറസ്റ്റ് ഡിവിഷൻ. ട്രക്കിങ്ങിന് പ്രത്യേകിച്ച് പൈസയൊന്നും ഇവിടെ ഈടാക്കുന്നില്ല. ഇവിടെ 1 മണിക്കൂർ കൊണ്ട് നമുക്ക് ട്രക്കിംഗ് പൂർത്തിയാക്കിയിട്ട് വരാം. നമ്മൾ 4:30 കയറുന്നത്. ആദ്യം മുളങ്കാട്ടിലൂടെ കയറി അങ്ങനെ പകുതി എത്തി. ഒരു 10-15 മിനിറ്റ് ആകുമ്പോൾ പകുതി എത്തി. ഇതിൻ്റെ അത്യാവശ്യം നല്ല മുളങ്കാടുകളും ഇടയ്ക്കുള്ള കുറ്റിക്കാടുകളൊക്കെ കടന്ന്, ഇടയ്ക്ക് തേനീച്ച കൂടുകളൊക്കെ ഉണ്ട്, ശ്രദ്ധിക്കണം. തേനീച്ചയല്ല, നമ്മൾ കടന്നല്. അപ്പോൾ ശ്രദ്ധിക്കുക. അതിൽ ഉണ്ടോയെന്ന് അത് വിട്ടുപോയതാണോ അറിയില്ല. അവിടെ കാണാൻ പറ്റി 2-3 എണ്ണം. അപ്പോൾ ഇതാണ് നമുക്ക് ട്രക്കിംഗ് സമയത്ത് ഏറ്റവും ഡേഞ്ചറസ് ആവുന്നത്, തേനീച്ചകളും കടന്തല്ലുകൾ. അങ്ങനെ കയറി കുറച്ച് മുകളിലേക്ക് എത്തുമ്പോൾ നമുക്ക് താഴോട്ട് നോക്കുമ്പോൾ നല്ല കാഴ്ചകളാണ് കിട്ടുന്നത്. തമിഴ്നാട് ബോർഡറിലാണ് നമ്മളുള്ളത്. ഈ രാമക്കൽമേട് എന്നൊക്കെ പറയുന്ന സ്ഥലം തമിഴ്നാടിൻ്റെ അണ്ടറിലാണ്. പാണ്ഡവൻപാറയല്ല, കുറവൻ കുറത്തി പ്രതിമകൾ നമുക്കതാ കുറച്ച് ദൂരെ കാണാം. രാമക്കൽമേട് ടൂറിസം സർക്യൂട്ടിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. ഈ കാണുന്നതൊക്കെ തേക്കടി സൈഡാണ്. കുമളി, തേക്കടി, മേഘമല സൈഡുകളാണ്. ആ ദൂരെ കാണുന്ന മലകളൊക്കെ മേഘമലയാണ്. ഇതാണ് കുറച്ച് കയറാനുള്ളത്. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ വളരെ ഈസി ആയിട്ട് കയറാവുന്ന ഒരു ട്രക്കിങ്ങാണ്. എന്തായാലും രാമക്കൽമേട് പറ്റുമെങ്കിൽ നിങ്ങൾ ഒരു ബിഗിനേഴ്സൊക്കെ ട്രക്ക് ചെയ്ത് കയറണം. വല്ലാത്ത ആംബിയൻസാണ്. മഴക്കാലത്ത് നല്ല ആംബിയൻസ് ആയിരിക്കും. പക്ഷേ ഇടിയുള്ള സമയത്തൊന്നും പോകരുത്. നല്ല ഇടിയൊക്കെ ഏൽക്കുന്ന സ്ഥലമാണ്. ധാരാളം ഇടിമിന്നൽ ഏൽക്കുന്ന സ്ഥലമാണ്. മഴക്കാലത്ത് പരമാവധി ട്രക്കിംഗ് ഒഴിവാക്കുക ഇടിയുള്ള സമയത്ത്. എന്തായാലും 4:30 ശേഷം ആയതുകൊണ്ട്, നല്ല മേഘാവൃതമായതുകൊണ്ട് നല്ല ഇരുട്ടാണ്. ഒരു ഇരുണ്ട കാലാവസ്ഥയാണ്. മുകളിലെത്തിയ വീഡിയോ നമുക്ക് പിന്നീട് ചെയ്യാം. നല്ല കാഴ്ചകൾ നമുക്ക് ഇവിടെ നിന്ന് കിട്ടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല.